ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡൽഹിയിലെ അതിമനോഹരമായ മുഗൾ ശില്പകലയുടെ അത്ഭുതം സഫ്തർജംഗ് ടൂംബ്. ഇതൊരു ചരിത്ര സ്മാരകമാണ്. സമാധാനത്തിന്റെ തണൽ നിറഞ്ഞിരിക്കുന്ന മനോഹരമായ തോട്ടം. ഇവിടെ ഒന്ന് നടന്നു നോക്കിയാൽ മുഗൾ കാലത്തിന്റെ മഹത്വം നമ്മെ തേടി വരും. സഫ്തർജംഗ് എന്നറിയപ്പെടുന്ന മിർസ മുഖീം അബ്ദുൽ മൻസൂർ ഖാന് വേണ്ടി 1754 നിർമ്മിച്ച മുഗൾ കാലഘട്ടത്തിലെ സ്മാരകമാണ് സഫ്തർജംഗ് ശവകുടീരം. സഫ്തർജംഗ് മുഹമ്മദ് ഷാ ചക്രവർത്തിയുടെ കീഴിൽ അവധിയിലെ ശക്തനായ ഒരു പ്രഭുവും വൈസ്രോയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഷുജാ ഉദ് ദൗള തൻ്റെ പിതാവിൻ്റെ പാരമ്പര്യത്തിൻ്റെ ആദരസൂചകമായി ഈ മനോഹരമായ ശവകുടീരം നിർമ്മിച്ചു. ശവകുടീരത്തിന് ചുറ്റും ചാർബാഗ് ശൈലിയിലുള്ള പൂന്തോട്ടവും പാതകളും ജലചാലുകളും ഉപയോഗിച്ച് 4 ചതുരങ്ങളായി തിരിച്ചിരിക്കുന്നു. സങ്കീർണമായ കൊത്തുപണികൾ, കമാനങ്ങൾ, താഴികക്കുടങ്ങൾ എന്നിവയുള്ള പേർഷ്യൻ ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു മനോഹരമായ മിശ്രിതമാണ്. ചുവന്ന മണൽക്കല്ലും മാർബിളും ഉപയോഗിച്ചാണ് ഈ മനോഹരമായ ശവകുടീരം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചരിത്രത്താൽ പ്രശസ്തവും എന്നാൽ ശാന്തവുമായ ഒരു ചാർബാഗ് ഉദ്യാനമാണ്. വിവിധങ്ങളായ അലങ്കാരങ്ങൾ, ജാലി വർക്ക്, കാലിഗ്രാഫി, പേർഷ്യൻ ശൈലിയിലുള്ള മോട്ടീഫുകൾ എന്നിവ ഈ ശവകുടീരത്തിൽ നമുക്ക് കാണാനാവും. ശവകുടീരത്തിൽ ഒരു അറബി ലിഖിതമുണ്ട്. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ധീരനായ ഒരു പോരാളി ക്ഷണികമായ ഈ ജീവിതത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അവൻ ദൈവത്തിൻ്റെ പർദീസായിലെ നിത്യനിവാസിയാകട്ടെ. ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെയും താജ്മഹലിൻ്റെയും വാസ്തുവിദ്യ ഈ ശവകുടീരത്തിൻ്റെ രൂപകൽപ്പനയിലും സ്വാധീനിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിർമ്മിച്ച അവസാനത്തെ പ്രധാനപ്പെട്ട മുഗൾ ശവകുടീരങ്ങളിൽ ഒന്നാണ് സഫ്തർജംഗ് ശവകുടീരം. സഫ്തർജംഗ് ശവകുടീരം ന്യൂഡൽഹിയിൽ ജോർബാഗ് മെട്രോ സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്നു. ചരിത്രം, ശില്പകല, ശാന്തത എല്ലാം ഒരുമിച്ച് നിറഞ്ഞ ഈ സ്ഥലം കാണേണ്ടത് തന്നെയാണ്. കൂടുതൽ യാത്രകളുമായി വീണ്ടും വരാം.